നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രവാസികൾക്കേറെ ആശങ്ക നൽകുന്ന കാര്യങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ അരങ്ങേറിയത്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ തലകുനിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടതുപോലും. എന്നിരുന്നാൽ പോലും ഇന്ത്യയെ കൈവിടാൻ ഗൾഫ് രാഷ്ട്രങ്ങൾ തയ്യാറല്ല എന്ന വിധത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രവാചക നിന്ദയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഖത്തറിനുള്ള അരിശം തീരുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഖത്തറിലെ ഇന്ത്യൻ തൊഴിലാളികളെ അടിമപ്പണിയെടുപ്പിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണവുമാണ് ഇത്തവണ പലരും രംഗത്തെത്തിയിരിക്കുന്നത്. RSSന് കീഴിലെ തൊഴിലാളി യൂണിയനായ BMS ആണ് ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്തെത്തിയത്. ഗൾഫ് രാജ്യമായ ഖത്തറിൽ ഇന്ത്യൻ പ്രവാസികൾ അടിമവേലയ്ക്ക് തുല്യമായ സാഹചര്യങ്ങളിലാണ് ജോലി ചെയ്യുന്നതെന്നാണ് ജനീവയിൽ നടക്കുന്ന 110ാമത് അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിനിടെ BMS ആരോപിച്ചത്. ഖത്തറിലെ ഇന്ത്യൻ തൊഴിലാളികളോട് അടിമ തൊഴിലാളികളോടെന്ന പോലെയുള്ള പെരുമാറ്റമാണ് ഖത്തർ സർക്കാരും ട്രേഡ് യൂണിയൻ പ്രതിനിധികളും നടത്തുന്നതെന്നാണ് BMS ആരാഞ്ഞത്. BJP വക്താക്കളായ നുപൂർ ശർമ്മയും നവീൻ കുമാർ ജിൻഡാലും പ്രവാചകൻ മുഹമ്മദ് നബിയെയും ഇസ്ലാമിനെയും കുറിച്ച് നടത്തിയ ആക്ഷേപകരമായ പ്രസ്താവനകളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ ആദ്യ രാജ്യങ്ങളിലൊന്നായിരുന്നു ഖത്തർ. ഇതുകൂടാതെ ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ചുള്ള ജോലികൾ ആരംഭിച്ചതോടെ ഇന്ത്യൻ തൊഴിലാളികളെ അടിമവേല ചെയ്യിപ്പിക്കുകയാണ്. നിലവിൽ ഖത്തറിലെ തൊഴിലാളികളെ നിയന്ത്രിക്കുന്ന കഫാല സമ്പ്രദായത്തെയും പ്രസ്താവന അപലപിച്ചു. ഇന്ത്യൻ തൊഴിലാളികളെ കൂടാതെ മറ്റ് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെയും കഫാല സമ്പ്രദായം പ്രയാസത്തിലാക്കുന്നു. തൊഴിലാളികളുടെ പാസ്പോർട്ട് പിടിച്ചെടുക്കൽ, മോശം ജീവിത സാഹചര്യങ്ങൾ, ഓവർടൈം ജോലിയെടുപ്പിക്കൽ, തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമം, ആളുകളെ കഴിവില്ലാത്ത മേഖലകളിൽ നിർബന്ധിച്ച് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കൽ എന്നിങ്ങനെ നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് ഭാരതീയ മസ്ദൂർ സംഘ് ഉന്നയിച്ചിരിക്കുന്നത്. ഖത്തറിൽ വെച്ച് 2014 1611 ഇന്ത്യക്കാർ മരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ മൃതദേഹങ്ങൾ തിരികെ ഇന്ത്യയിലെത്തിക്കൽ നടപടികൾ പ്രയാസകരമായിരുന്നുവെന്നും BMS ആരോപിച്ചു. ഇന്ത്യൻ തൊഴിലാളികളോട് നല്ല രീതിയിൽ പെരുമാറണമെന്നും ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ കാര്യക്ഷമമാക്കണമെന്നും ഖത്തർ സർക്കാരിനോടും ട്രേഡ് യൂണിയൻ പ്രതിനിധികളോടും BMS ആവശ്യപ്പെടുകയായിരുന്നു. പ്രവാചക നിന്ദയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തതോടെ ഖത്തർ ലോകകപ്പും ഖത്തർ ആസ്ഥാനമായുള്ള ലോകത്തെ തന്നെ മുൻനിര വിമാന കമ്പനിയായ ഖത്തർ എയർവേസും ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനമായും പലരും രംഗത്തെത്തിയിരുന്നു. ഇതിനെതിരെ രൂക്ഷമായ രീതിയിലാണ് സൈബർ ലോകം പ്രതികരിച്ചത് പോലും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.